ഖുർആനൻ അറബിയൻ എന്ന് പറയുമ്പോൾ ഇതെന്താ? അറബി ഭാഷയിലുള്ള ഖുർആൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പിന്നെ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ വലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി അജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. ലിസാനുൻ അറബിയ്യുൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിൽ ഉള്ള ഒരു വിഷയം അറബി ഭാഷൻ്റെ മഹത്വമാണ്. അറബി ഭാഷയുടെ മഹത്വമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അവസാനത്തെ വേദമാണ് വിശുദ്ധ ഖുർആൻ. ആ വേദത്തെ അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഭാഷ ഏതാണ്? അറബിയാണ്. ഈ വേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള വേദങ്ങളെപ്പോലെ അതൊക്കെ നിർണിത ജനതക്കായിരുന്നു, നിർണിത ഏരിയകൾക്കായിരുന്നു. പക്ഷേ ഇത് മുഴു ലോകർക്കാണ്, അതും അന്ത്യനാൾ വരേക്കും. ഇനിയൊരു വേദം ഇറങ്ങാനില്ല. ആ വേദത്തെ ഇറക്കാൻ അള്ളാഹു അറബി ഭാഷയാണ് എന്ത് ചെയ്ത് തിരഞ്ഞെടുത്തത്. മാത്രമല്ല ആ വേദത്തെ വിശദീകരിക്കാൻ, ജീവിച്ച് കാണിക്കാൻ നിയുക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. അതേപോലെ തന്നെ വേദത്തിന് സാക്ഷികളാകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വിവരണവും ജീവിത സാക്ഷ്യവും ദർശിക്കാനും ഇവിടെ നിശ്ചയിച്ച കൗമാര അറബികളാണ്. അവർ അറബികളായിരുന്നു. അറേബ്യൻ ഉപദ്വീപിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇറക്കിയത്. അറബികളാണ് ഇതിൻ്റെ പ്രഥമ സാക്ഷികൾ. അപ്പോൾ അറബി ഭാഷക്കുള്ള ഒരു പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. അറബി ഭാഷയുടെ ഒരു പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. ഭാഷ പഠിക്കണം. അതിൻ്റെ അനിവാര്യത ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. അതാ ഒരു ഉസൂൽ ഫിഖിലെ ഒരു തത്വമാണത്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു സംഗതി കൊണ്ടല്ലാതെ ഒരു വാജിബ് പൂർണ്ണമാവുകയില്ല എങ്കിൽ ആ സംഗതി വാജിബാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു സംഗതി കൊണ്ടാണ് ഒരു സംഗതി പൂർണ്ണമാകുന്നത് എങ്കിൽ, ഒരു വാജിബായ സംഗതി പൂർണ്ണമാകണമെങ്കിൽ ഒരു സംഗതി ആവശ്യമുണ്ടെങ്കിൽ ആ സംഗതി വാജിബാകും. ഇപ്പോൾ നിസ്കാരം പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം. അപ്പോൾ നിസ്കാരം അത് വാജിബാണ്. അത് പൂർണ്ണമാണെങ്കിൽ ശുദ്ധി വേണം. അപ്പോൾ ശുദ്ധി എന്താണ്? വാജിബാണ്. അതാണ് മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വിശുദ്ധ ഖുർആൻ ഇത് ഗ്രഹിക്കാൻ, ഇത് മനസ്സിലാക്കാൻ, ഗ്രഹിക്കലും മനസ്സിലാക്കലും എന്താണ്? വാജിബല്ലേ? വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കലും മനസ്സിലാക്കലും വാജിബാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ മനസ്സിലായെങ്കിലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് പറയുന്ന ഹുക്ം അതാണ്, വാജിബ്. അറബി ഭാഷ സംഭവം മറ്റു ഇതര ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാണ് അറബി ഭാഷ. അറബി ഭാഷ പഠിക്കാൻ എളുപ്പമാണ്. അറബി വളരെ സുന്ദരാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പലരും അത് ആരുടെ പണിയാണെന്ന് അറിയില്ല. ഇതിനെന്ത് ചെയ്തു? ഇതൊരു മഹാഭാരാക്കി ചിത്രീകരിച്ചു. ഇപ്പം സർഫാകട്ടെ, നെഹ്വാകട്ടെ, ലുഗയാകട്ടെ, ഇതൊക്കെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. ശരിയാണ്, അറബി ഭാഷ വളരെ ബൃഹത്തായ ഭാഷയാണ്. പലതുകൊണ്ടും, പദസമ്പത്ത് കൊണ്ടും, അതേപോലെ തന്നെ വ്യാകരണമാകട്ടെ, ഭാഷയുടെ സാഹിത്യ വിഷയങ്ങളാകട്ടെ, അറബി ഭാഷ വളരെ വിശാലമായിട്ടുള്ള വിപുലമായ ഭാഷയാണ് മറ്റു ഭാഷകളെ അപേക്ഷിച്ച്. പക്ഷെ വളരെ എളുപ്പമാണ് പഠിക്കാൻ. നല്ല കൗതുകത്തിൽ, താല്പര്യത്തിൽ പഠിക്കാൻ പറ്റും അറബി ഭാഷ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആളുകൾ വരെ ഇത് ഭയങ്കര ടൈറ്റാക്കിയിട്ടാണ് പറയുക. മുല്ലാക്ക സെഞ്ചാനോദി ഹൗദിൽ ചാടി അള്ളാൻ്റെ കുതിരത്താല മണ്ടിക്കയറി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദർസിൽ ഓതുന്ന കാലത്ത് തന്നെ പാടുക. സെഞ്ചാനോദിയിട്ട് പിരാന്തളകിയിട്ട് ഓടി ഹൗദിൽ ചാടി, പിന്നെ അള്ളാൻ്റെ കുതിരത്താല ഇന്ന് വണ്ടിക്കയറി എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഇത് കുറേ മാന്തി പഠിക്കേണ്ടതാണ്, ചൊറിഞ്ഞ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരിക്കലുമല്ല. വളരെ ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ പലപ്പോഴും നഹ്വ് വേണ്ടത്ര അറിയില്ല, സർഫ് വേണ്ടത്ര അറിയില്ല, ഭാഷ ശരിക്കും അറിയില്ല, സാഹിത്യം അറിയില്ല. മുറിയൻ അറബിയായിട്ടാണ് പഠിപ്പിക്കാനിരിക്കുക. അപ്പം അതിൽ കടന്ന് ഉഴലുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണത്? ഇത് ഉഴലണ ഒരു വിഷയമാണെന്ന് പഠിക്കുന്നത്. അതില്ല എങ്കിൽ വളരെ സുന്ദരമായിട്ട് പഠിക്കാനുള്ള വിഷയമാണ്, ഭാഷയാണ് അറബി ഭാഷ. നല്ല നമ്മളെല്ലാ മറ്റു ഭാഷകൾ പഠിക്കണം അത്ര ഒരു പ്രയാസം ആർക്കെല്ലാം അറബി ഭാഷയ്ക്കില്ല. അറബി ഭാഷ ശരിയാണ്, വിപുലമാണ്, വിശാലമാണ്.
പക്ഷെ അത് സുന്ദരമായിട്ട് പഠിക്കാൻ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു വിജ്ഞാനമാണ്. പക്ഷെ ഇന്ന് അറബികൾക്ക് വരെ എന്താണ് വിരക്തിയാണ് അറബി ഭാഷയിൽ. അറബി ഭാഷയോളം നല്ല ഒഴുക്കുള്ള, അതേപോലെ സ്ഫുടമായി കൈകാര്യം ചെയ്യാൻ, അതേപോലെ കേൾക്കാൻ ശ്രവണസുന്ദരമായിട്ട് കേൾക്കാൻ ഇമ്പമുള്ളൊരു ഭാഷ വേറല്ല. പക്ഷേ അറബികൾക്ക് തന്നെ പലപ്പോഴും എന്താണ് പിന്നെ ഈ അനുകരണ ഭ്രമവും അതേപോലെ തന്നെ അക്കരപ്പച്ചി ഒക്കെ പാടായിട്ട് ഇതിൻ്റെ വില കെട്ടുപോവുകയാണ്. ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലോ ഇന്നതാണ്. ഇന്ന് ഈ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഇന്ന അൻസൽനാഹു എന്നാണ്, അല്ല വകദാലിക അൻസൽനാഹു, അതിനെ നാം ഇറക്കി എന്നാണ്. ഹു എന്നുള്ളത് എന്താണ്? ദമീറാണ്. അൻസൽന നാം ഇറക്കി, അള്ളാഹു പറയുന്നത് നാം ഇറക്കി, നാം ഇറക്കി എന്നാണ്. ഹു എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറഞ്ഞാൽ ഏതിനെ? ഖുർആനെ ഇറക്കി എന്നാണ്. അറബി ഭാഷയിൽ ദമീർ പറഞ്ഞാൽ ഉണ്ടാവും, ഈ സർവ്വനാമം പറഞ്ഞെങ്കിൽ സർവ്വനാമം എന്ത് ചെയ്യണം? അതിനെ എന്ന് പറഞ്ഞാൽ അത് മടങ്ങാൻ ഇവിടെ എന്ത് ചെയ്യണം? മുന്നേ പറയണം. ഖുർആൻ എന്നുള്ളത് പറയണം, അല്ലെങ്കിൽ കിതാബ് എന്ന് പറയണം, അല്ലെങ്കിൽ അദ്ദിക്കർ എന്ന് പറയണം. പക്ഷേ ഹു എന്നുള്ള ദമീർ ഉണ്ടല്ലോ, മടങ്ങിയിട്ടുണ്ട് മുന്നിലേക്ക്. ഇവിടേക്ക് ഇതിനെ മടക്കാൻ ഖുർആൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ദമീർ ഉണ്ടല്ലോ, ഈ ദമീർ ഇതിൻ്റെ മർജി ഏതാ? എവിടേക്കാണ് ഇത് മടങ്ങിയത്? അതിവിടെ മുന്നിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അറബി ഭാഷൻ്റെ പ്രത്യേകത, ചില ക്രിയകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, ഇതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് പറയാം. അൻസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസാൽ അതായിരിക്കും എന്നുള്ളത് എന്താണ്? വ്യക്തമാണ്. അതേപോലെ തന്നെ പിന്നെ കുറേ പദങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില കലിമത്തുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ദമീർ എന്തില്ല പറയേണ്ട കാര്യമല്ല. ദമീർ ആരിലേക്ക് മടങ്ങി എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. കാരണം ആ ക്രിയ പറയുന്നതോടുകൂടി തന്നെ കാര്യം വ്യക്തമായി. ഇത് അറബി സാഹിത്യത്തിൻ്റെ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത മനസ്സിലാക്കാത്തത് കാരണത്താൽ, സാഹിത്യത്തിൻ്റെ ഈ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വിഷയം മനസ്സിലാക്കാത്തത് കാരണത്താൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നിരൂപിച്ചിട്ടുണ്ട്. ദമീർ പറഞ്ഞെങ്കിൽ നിയമമാണ്, ഈ ദമീറിനൊരു മർജിയ വേണം എന്നുള്ളത്. പക്ഷേ മർജിയ ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് സാഹിത്യ ഭംഗിയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതാണ് ഏറ്റവും വലിയ സാഹിത്യം. പക്ഷേ ഇത് കൈകാര്യം ചെയ്യണ ഇങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്ന മൂടൻ എന്ത് ചെയ്യുന്നില്ല, ഈ വിഷയം അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അറബി അല്ലാത്തവരെ സംസാരിക്കുന്നവരെ സമ്മതിക്കായിരുന്നില്ല എന്നാണ്. എനിക്കൊണ്ട് മസ്ജിദിൽ തന്നെ അറബി അല്ലാതെ സംസാരിച്ചതിനെ പുറത്താക്കുമായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ പിന്നെ അനിവാര്യത, ആവശ്യകത, അതിൻ്റെ വിധിയൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ ഭാഷ നമ്മൾ ഈ ദാർശനിക കിതാബുകളിൽ വായിക്കും, ഈ മതാലിഉൽ ഉലൂം എന്ന് പറയും, വിജ്ഞാനങ്ങളുടെ സ്രോതസ്. അതൊന്ന് ചിന്തിക്കുന്ന കൽബ്, പിന്നെ ലിസാനുൻ മുഅബ്ബിർ ആഖ്യാനിക്കുന്ന നാവ്, പിന്നെ ബയാനുൻ മുസവ്വിർ രൂപപ്പെടുത്തുന്ന സാഹിത്യം. വിജ്ഞാനങ്ങളുടെ സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നുമാണ്. ഒന്ന് ചിന്തിക്കുന്ന കൽബ്, ഹൃദയം. രണ്ട് ലിസാനുൻ മുഅബ്ബിർ, അത് പറയുന്ന ആഖ്യാനിക്കുന്ന നാവ്. പിന്നെ മൂന്ന് ബയാനുൻ മുസവ്വിർ, ശരിക്ക് കാര്യം വ്യക്തമാക്കുന്ന രൂപപ്പെടുത്തുന്ന സാഹിത്യം. ഇത് മൂന്നാണ് എന്ത് വിജ്ഞാനങ്ങളുടെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖലാസ്, അയാൾ മികച്ച ആളാണ്. ഇതിൽ ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ലിസാനും ബയാനും, ഭാഷയും സാഹിത്യവും. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, ഭാഷയാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ സാഹിത്യമാണ്. ഇത് നോക്കിയേ, ഈ മത്താലികളിലും മൂന്നിൽ രണ്ടെണ്ണം ഇതാണ്. അപ്പോൾ അറബി ഭാഷയിലൊരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ, പ്രതിപാദിക്കണമെങ്കിൽ എത്ര ഇത് വേണം? ഭാഷയും വേണം, സാഹിത്യവും വേണം. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതങ്ങളൊക്കെ വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവിടെ നുഅ്മാനുൽ മുൻദിർ ഭരിച്ചിരുന്ന കാലം. ഇവിടെ അല്ല, പിന്നെ അദ്ദേഹം വടക്ക് ഭാഗം, അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗം, അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണ സ്ഥലം. അപ്പോൾ നുഅ്മാൻ ബിൻ മുൻദിർ ഭരിച്ചിരുന്ന കാലത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളുടെ വിഷയമുണ്ടായി. ചില ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടൊരു വിഷയമുണ്ടായി. അപ്പോൾ അത് ആരെടുത്തു എന്ന വിഷയത്തിൽ
പറഞ്ഞത് ദമ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദമ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എടുത്തതെന്നാണ്. അപ്പോൾ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് രാജാവ് സൈന്യത്തെ വിടുകയാണ്, ആളുകളെ നിയോഗിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ഈ ദമ്രയെ പിടിക്കാൻ കഴിയുന്നില്ല എന്നാണ്. പിടിക്കാൻ കഴിയില്ല. അവസാനം ദമ്രയെ പിടിച്ചുകൊണ്ടിരുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ നൽകാം എന്ന് രാജാവ് പറഞ്ഞതാണ്. 1000 ഒട്ടകങ്ങളെ. സാധാരണ 100 ഒട്ടകമൊക്കെയാണ് ഒരാൾക്ക് ഇനാം. ഇപ്പം നമ്മൾ ചരിത്രത്തിൽ നബ്സുല്ലാഹു ചരിത്രത്തിൽ വരെ 100 ഒട്ടകം എന്നാണ് ഒരാളെ കൊണ്ടുവരുന്നവർക്ക്. ഇത് 1000 ഒട്ടകങ്ങളെ തരാൻ പിടിച്ചുകൊണ്ടിരാൻ പറയുന്നത് ദമ്രയെ. കിട്ടിയില്ല. അവസാനം പിന്നെ എന്ത് ചെയ്യാണ്, ഈ 1000 ഒട്ടകങ്ങളെ ദമ്ര വരികയാണെങ്കിൽ തരാം എന്നുള്ളത് പറഞ്ഞപ്പോൾ ദമ്ര ഒട്ടകത്തിന് എടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് രാജാവിൻ്റെ ഒട്ടകം തന്നെ പോയത്. 1000 ഒട്ടകങ്ങളെ തരാൻ തന്നെ ദമ്ര നേരിട്ട് വരികയാണ് രാജാവിൻ്റെ അടുക്കിലേക്ക്. ദമ്ര വരുമ്പോൾ വളരെ നിസ്സാരമായൊരു മനുഷ്യനാണ്. വളരെ നിസ്സാരം. വളരെ നിസ്സാരം. പിന്നെ അത്ര ശാരീരിക ഊക്കില്ല, പിന്നെ ചില വൈകല്യങ്ങളുണ്ട്, ഷോർട്ടായ ഒരാളാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ രാജാവ് നുഅ്മാൻ ഇബ്നു മുൻദിർ 1000 ഒട്ടകങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളാപ്പത് വളരെ നിസ്സാരമായിട്ട് കണ്ട് ആ രീതിയിൽ തന്നെയാണ് വർത്താനവും പറഞ്ഞത്. പക്ഷേ ദമ്ര രാജാവിനോട് പറഞ്ഞത്, യാ അയ്യുഹൽ മലിക് അബ്അദ അൻകല്ലാൻ, രാജാക്കന്മാരെ അഭിസംബോധന ഒരു രീതിയാണ്. എന്നിട്ട് ഈ ദമ്ര പറയാണ്, ഇന്ന റിജാൽ ലാ തൂസനു ബിൽ മീസാൻ വലാ തുകാലു ബിൽ ഖുഫ്സാൻ വലാ ബിമുസൂഖി യുസ്തക ഫീഹിൽ മാ ഇന്നമ റിജാലു ബി അസ്ഗറൈഹി ബിൽ ലിസാനി വൽ ഖൽബ് ഇദാ ഖാല ബിൽ ലിസാൻ വ ഇദാ സാല ബിൽ ജനാൻ. ഇങ്ങനെ പറഞ്ഞു എന്നാണ്. രാജാവേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആണുങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ലാ തൂസനു ബിൽ മീസാൻ, തുലാസിൽ തൂക്കി കണക്കാക്കുന്ന ആളുകൾ അവസ്ഥയിലല്ല. വല തുകാലു ബിൽ ഖുഫ്സാൻ, അളവ് പാത്രം കൊണ്ട് അളന്നു കോരിയിരുന്ന വിഷയമല്ല ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ വല ബി മുക്കൂസിൻ യുസ്തക ഫീഹിൽ മാ, വെള്ളം നിറക്കുന്ന തോൽപാത്രങ്ങളിൽ നിറച്ച് എടുക്കുന്ന പിന്നെ അവസ്ഥയല്ല ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നമർ റിജാലു ബി അസ്ഗറൈഹി, ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഗറൈഹിയാണ്. അസ്ഗറൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ലിസാനു വൽ ഖൽബ്, നാവും കൽബുമാണ്. അതാണ് ആണുങ്ങളെ നിശ്ചയിക്കുന്നത്. എന്നിട്ട് പറയാണ്, വ ഇദാ ഖാല ബിൽ ലിസാൻ വ ഇദാ സാല ബിൽ ജിനാൻ, ആണുങ്ങൾ പറഞ്ഞാൽ നാവ് കൊണ്ട് പറയും. സാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധവും കാര്യമൊക്കെയാണ്. അത് ജനാൻ കൊണ്ടാണ്. ജനാൻ എന്ന് പറഞ്ഞാൽ കൽബ്, കൽബ് കൊണ്ടാണ് നിർവഹിക്കുക, പറഞ്ഞാൽ നാവ് കൊണ്ടാണ് പറയുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ദമ്ര നുഅ്മാനോട് അഭിസംബോധന ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു. ചില വിഷയങ്ങൾ വേറെ പറയുന്നുണ്ട്. അപ്പോൾ നുഅ്മാൻ പറയാണ്, ഹുക്കലി ഖൗമിക് അയ്യുസവ്വിദക്, താങ്കളുടെ ജനത താങ്കളെ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ അവരതിന് ബാധ്യതപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് 1000 ഒട്ടകങ്ങളെ പുറത്ത് വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതാണ്, ആളെ കണ്ടപ്പോൾ ഒന്നുമില്ല, പക്ഷേ കോള് ഭയങ്കരമാണ്. അപ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കുകയും നാവുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്ത അവസ്ഥ ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതെ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ലിസാനുൻ മുഅബ്ബിർ ബയാനുൻ മുസവ്വിർ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അറബി ഭാഷയിലൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ലിസാനുമില്ല ബയാനുമില്ല എങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫാഇലിന് മർഫൂആണ്, മഫ്ഊലിന് മൻസൂബാണ് തുടങ്ങി വ്യാകരണത്തിൻ്റെ ബാലബോധം പോലും അറിയാത്ത ആളുകളായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, പിന്നെ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. വാൽമുസ്താൻ. ഇപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ ഇത് അറബിയിലല്ല, പക്ഷേ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു എന്നാണ്, യാ നബിയ്യി ഖദ് വല്ലത്തുക്. എന്തീ പറഞ്ഞത്? യാ നബിയ്യി എന്നാണ്, എൻ്റെ നബിയെ, ഖദ് വല്ലത്തുക്. വല്ലത്തുക പറഞ്ഞാൽ എന്താ? ഞാൻ നിനക്ക് വിലാദത്ത് നൽകി, ജന്മം നൽകി. ഖദ് വല്ലത്തുക്. നസാറാക്കൾ എന്താക്കിയത്? നബി എന്നുള്ളടത്ത് യാ നബി എന്നുള്ളടത്ത് യാ ബുനൈ എന്നാക്കി. പിന്നെ വല്ലത്തുക എന്നുള്ളടത്ത് ലാമിൻ്റെ ശബ്ദ് കളഞ്ഞ് അപ്പം എന്തായി? വലത്തുക എന്നാക്കി. അപ്പം എന്തായി? യാ ബുനൈ, എൻ്റെ മകനെ, ഖദ് വലത്തുക്, ഞാൻ നിന്നെ പിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാക്കി. എന്തേ ചെയ്തോളൂ? അറബി ഭാഷയിൽ 2 കുത്ത് അങ്ങോട്ട് മാറ്റി. ഇവിടെ നബി എന്നുള്ളടത്ത് ബനി എന്നാക്കി. നൂനിൻ്റെ
കുത്ത് ഇങ്ങോട്ടും ആക്കി, ബാൻ്റെ കുത്ത് അങ്ങോട്ടും ആക്കി മാറ്റി. അപ്പോൾ യാ നബി എന്നുള്ളത് യാ ബുനൈ എന്നാക്കി, മകനെ പുത്രരെ എന്നാക്കി. ഈസാ നബിനെ പുത്ര എന്ന് വിളിച്ചു, പ്രവാചകനെ എന്ന് വിളിച്ചത്. പിന്നെ കത് വല്ലത്തുക എന്നാണ്, മറിയമിലൂടെ ഞാൻ നിനക്ക് ജന്മം നൽകി എന്നാണ്. പക്ഷേ അതെന്താക്കി, ലാമിൻ്റെ ശബ്ദ മാറ്റി വലത്തുക എന്നാക്കി. ഞാൻ നിനക്ക് പിന്നെ ജീവൻ ഇട്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ നിന്നെ പ്രസവിപ്പിച്ചു മറിയമിലൂടെ എന്നുള്ളതിന് പകരം ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്നാക്കി. അതാണ് പിന്നെ ഈ ഭാഷ അതിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിലുള്ള പിഴവിൻ്റെ ഒരു അബദ്ധം, അതിനൊരു ഉദാഹരണം പറയുന്നതാണ് പണ്ഡിതന്മാരിത്.